5 സുന്ദരികൾ. ഡിസംബർ 29 തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. ദേവുട്ടിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്നുവെച്ചാൽ ദേഷ്യമില്ല, പകരം ഇഷ്ടം പോലെ എന്തോ ഒന്ന്, അങ്ങനെയാണോ? ബഹുമാനം. ഇപ്പൊ മനസ്സിലായി. എന്നാലേ എനിക്ക് ഈ ബഹുമാനം ഒന്നും വേണ്ട. ദേവുട്ടിയുടെ ഇഷ്ടമാണ് വേണ്ടത്. ഇഷ്ടം, സ്നേഹം. എനിക്ക് ദേവുട്ടിയോട് അങ്ങേയറ്റത്തെ ഇഷ്ടവും സ്നേഹവുമാണ്. തിരികെ അതുണ്ടോന്നാണ് എനിക്കറിയേണ്ടത്. ദേവുട്ടിയുടെ മനസ്സിന്റെ നന്മയും എനിക്കറിയാം. അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ദേവുട്ടിയെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി ദേവിയോട് പ്രാർത്ഥിക്കുകയും ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാൻ സ്വന്തം ബുദ്ധിമുട്ടുകൾ മറന്ന് ഒരുങ്ങിയിറങ്ങുകയും ചെയ്യുന്ന ദേവുട്ടിയെ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കും അതേ ഇഷ്ടമാണ്. ക്ഷമിക്കണം, അതേ ഇഷ്ടമല്ല, അതിനേക്കാളും വലിയ ഇഷ്ടം. ജീവന്റെ പകുതി പോലും നൽകാനുള്ള ഇഷ്ടം. പ്രണയം, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന പ്രണയം. സത്യം ദേവുട്ടി, എനിക്ക് തന്നോടുള്ള എൻ്റെ ഇഷ്ടം എത്രയാണെന്ന് എനിക്ക് പോലും നിശ്ചയമില്ല. അതുകൊണ്ടല്ലേ വീട്ടിലുള്ളവരൊക്കെ എതിർക്കുമ്പോഴും തന്നെ മറന്ന് മടങ്ങിപ്പോവാൻ നിർബന്ധിക്കുമ്പോഴും മറിച്ചൊരു തീരുമാനം എടുക്കാതെ ഞാനിവിടെ തന്നെ നിൽക്കുന്നത്. നമ്മുടെ ബന്ധത്തിന് അമ്മ അനുമതി തരുന്നതുവരെ ഞാനിവിടെ തന്നെ ഉണ്ടാവും. അമ്മ ആഗ്രഹിക്കുന്ന മട്ടിൽ കുറവുകളൊന്നുമില്ലാത്തൊരു കുട്ടിയെ നിങ്ങൾക്ക് ലഭിക്കും. ഈ ലോകത്ത് കുറവുകളില്ലാത്തതായി ആരുമില്ല കുട്ടി. തൻ്റെ കുറവുകൾ ബാഹ്യമാണ്, പുറമേ ശരീരത്തിൽ മാത്രമുള്ളത്. അതുകൊണ്ട് എല്ലാവരും തിരിച്ചറിയും. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള മിക്ക ആളുകൾക്കും കുറവുകൾ ഉള്ളില്ല. ആരെയും കാണിക്കാതെ, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അത് ഒളിച്ചു വയ്ക്കാൻ സാധിക്കും.
തമ്പിയേട്ട നേർച്ചകൾ നടത്തണം. ഞാൻ കൗണ്ടറിൽ ചെന്ന് രസീതെടുക്കാം. ശരി. വന്ന കാര്യത്തിൽ ഒട്ടും വിചാരിക്കാതെ ചില പാളിച്ചകൾ ഉണ്ടായല്ലേ? വിഷമിക്കണ്ട, എല്ലാം ശരിയായി വരും. എന്ത് ശരിയാവൂന്നാ വിദ്യാമ്മേ? ആ കുട്ടി സംസാരിച്ചു തുടങ്ങൂ. അതിന്റെ കാലിലെ മുടന്തു മാറൂ. വലിയ അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവണം. അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടാന്നില്ലല്ലോ. ഈ തിരുനടയിൽ തന്നെ എന്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ദേവുട്ടിയുടെ കാര്യത്തിലും അങ്ങനെ എന്തേലും സംഭവിച്ചുകൂടാന്നില്ല. എന്നിട്ട് എന്താ സംഭവിക്കാത്തത്? കേട്ടിടത്തോളം ദേവൂട്ടിയെ പോലൊരു ഭക്ത ഇവിടെ അധികം പേരില്ലെന്നാ പറയുന്നത്. ഓർമ്മ വെച്ച നാള് മുതല് ആ കുട്ടി ഈ നടയിലുണ്ട്. എന്നിട്ടും ദേവി എന്തേ ആ കുട്ടിയുടെ കുറവുകൾക്ക് നേരെ കണ്ണടച്ചു? ദേവി ഒരിക്കലും കണ്ണടയ്ക്കുന്നില്ല. അനാദിയായ കാഴ്ചകളാണ് ആ കണ്ണിലെത്തുന്നത്. പിന്നെ ഒരു വ്യക്തിയും അവന്റെ മാത്രം കർമ്മഫലങ്ങളല്ല അവൻ അനുഭവിക്കുന്നത്. ഈ ജന്മത്തിലെ അനുഭവങ്ങളൊക്കെയും ഈ ഒരു ജന്മത്തിലെ കർമ്മഫലങ്ങളും അല്ല. അതുകൊണ്ടാണ് ദേവൂട്ടിയുടെ കാര്യത്തിൽ ഇതുവരെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാത്തത്. അത് സംഭവിക്കുന്ന ദിവസം വരാതിരിക്കില്ല. അതെപ്പോ? എങ്ങനെ? എന്തുറപ്പില്ല ഞാനത് കാത്തിരിക്കേണ്ടത്? മകന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും മകനും നല്ലതേ വരൂ. പക്ഷേ കതിരും പതിരും തിരിച്ചറിയുന്നില്ല നിങ്ങൾ. മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചോളൂ. എല്ലാ നന്മയും വന്നു ചേരും. എല്ലാ പ്രതീക്ഷയും സഫലമാകും. വിശ്വാസം പോലെ ഒരു ഔഷധം വേറെയില്ല. അമ്മേ, അവരുടെ വാക്കുകൾക്ക് എന്തോ മന്ത്രസിദ്ധിയുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ എന്റെ മനസ്സിൽ നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷേ അവരുമായി ഇത്രയും നേരം സംസാരിച്ചപ്പോഴേ എല്ലാം കെട്ടടങ്ങി. ഇപ്പൊ വലിയ മനസ്സമാധാനം തോന്നുന്നു. അവരൊരു സാധാരണ സ്ത്രീയല്ലെന്ന് മുമ്പ് കണ്ടപ്പോഴേ നീ പറഞ്ഞതല്ലേ? അതാ സത്യം. ദേവി, അമ്മേ പതുക്കമ്മേ. കൊറേ നാളായിട്ട് വിചാരിക്കുന്നു മൂകാംബി അമ്മയെ തൊഴാൻ പോണെന്ന്. ഇതുവരെ പറ്റിയിട്ടില്ല. നാളെ നമുക്കൊന്ന് പോവാം. അമ്മ വയ്ക്കോ, ഞാൻ വരുന്നില്ല. അതെന്താ നിനക്ക് വരാൻ പറ്റാത്തെ? നീയും വരണം. ദേ, നിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അമ്മ പോകുന്ന തന്നെ.